തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് OP ബ്ലോക്കിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ 3 ജീവനക്കാർക്ക് സസ്പെൻഷൻ. 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ, ഡ്യൂട്ടി സാർജന്റ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഓഫീസാണ് അറിയിച്ചത്. തിരുമല സ്വദേശി P. രവീന്ദ്രൻ നായരാണ് 2 രാത്രിയും 1 പകലും ആ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് OP ടിക്കറ്റ് എടുക്കുന്നതിന് മെഡിക്കൽ കോളേജിലെത്തിയ നിയമസഭയിലെ താൽക്കാലിക ജീവനക്കാരനായ രവീന്ദ്രൻ നായർ ലിഫ്റ്റിൽ കുരുങ്ങിപ്പോയത്. 1.5 ദിവസത്തോളം രവീന്ദ്രൻ നായർക്ക് അതിനുള്ളിൽ തന്നെ കിടക്കേണ്ടി വന്നു. ഓർത്തോ OPയിലെ 11ാം നമ്പർ ലിഫ്റ്റിലായിരുന്നു രവീന്ദ്രൻ നായർ കയറിയത്. ആ ലിഫ്റ്റ് പെട്ടെന്ന് ഇടിച്ച് നിൽക്കുകയായിരുന്നുവെന്നും അലാറം പലവട്ടം അടിച്ചു നോക്കിയിട്ടും ഫലമുണ്ടായില്ലെന്നും രവീന്ദ്രൻ നായർ പറയുന്നു. ഇടിച്ച് വീണതോടെ ഫോൺ താഴെ വീണ് പൊട്ടിയെന്നും രവീന്ദ്രൻ പറയുന്നുണ്ട്. ലിഫ്റ്റ് പകുതിയിൽ വെച്ച് നിന്നുപോയിട്ടും ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും അധികൃതർ ശ്രമിച്ചില്ലെന്നും ഗുരുതര അനാസ്ഥയുണ്ടായെന്നും അദ്ദേഹത്തിൻ്റെ മകൻ ഹരിശങ്കർ പറയുന്നു. ആരെങ്കിലും കുടുങ്ങിയാൽ പുറത്തേക്ക് അറിയിക്കാനുള്ള സജ്ജീകരണങ്ങളൊന്നും ആ ലിഫ്റ്റിൽ ഉണ്ടായിരുന്നില്ലെന്നും ഹരിശങ്കർ പറയുന്നുണ്ട്. ശനിയാഴ്ച നടുവേദനയുടെ ചികിത്സക്കായി എത്തിയപ്പോഴാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത്. ഇന്നലെ രാവിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ എത്തിയപ്പോഴായിരുന്നു രവി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവം അറിയുന്നത് തന്നെ. രവീന്ദ്രൻ നായർ വസ്ത്രത്തിൽ ആകെ മലമൂത്ര വിസർജനം ചെയ്ത നിലയിലായിരുന്നു. മരിച്ചു പോകുമായിരുന്നുവെന്നും എന്തോ ഭാഗ്യം കൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയെന്നും അദ്ദേഹം പറയുന്നു. മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്നും രവീന്ദ്രൻ നായർ പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവിധ OPകൾ സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞാൽ നാഥനില്ലാ കളരിയായി മാറും എന്ന് തന്നെ പറയാം. രാവിലെ 7 മണിക്ക് ഡ്യൂട്ടിക്ക് വരുന്ന ജീവനക്കാർ OP എപ്പോൾ അവസാനിക്കുന്നുവോ അപ്പോൾ സ്ഥലം വിടുകയും ചെയ്യും. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ് മിക്ക OPകളിലും രോഗികൾ ആരും ഉണ്ടാകാറില്ല. ആഴ്ചയിൽ 1-2 തവണ വരുന്ന സ്പെഷ്യൽ OPയിൽ മാത്രമായിരിക്കും എപ്പോഴും തിരക്കുള്ളത്. ബാക്കി മിക്കവയും ഉച്ചയ്ക്ക് 2 മണിയോടെ അവസാനിക്കുന്നു. ഈ തക്കം നോക്കിയാണ് പല ജീവനക്കാരും സ്ഥലം വിടുന്നതായി അവിടുത്തെ രോഗികൾ പരാതിപ്പെടുന്നത്. ഡോക്ടർമാർ 4:30 വരെ OPയിലുണ്ടാകും. എന്നാൽ മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫുകളും ജീവനക്കാരും അവിടെ ഉണ്ടായില്ല. 7 മണിക്ക് കയറി 5 മണിക്കൂർ മാത്രം ജോലി ചെയ്ത് ഒരു ദിവസത്തെ മുഴുവൻ ശമ്പളവും ഇവർ വാങ്ങുന്നുണ്ട്. ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ എല്ലാം ലിഫ്റ്റിനടുത്ത് തന്നെ വേണമെന്നാണ് ചട്ടമെങ്കിലും എല്ലായിടത്തും ആളുണ്ടായില്ല. കേടായ ലിഫ്റ്റുകളിൽ അത് സംബന്ധിച്ച മുന്നറിയിപ്പ് വെക്കാത്തതും രോഗികളെയും കൂടെ വരുന്നവരെയും ഏറെ ബുദ്ധിമുട്ടിക്കാറുമുണ്ട്. മെഡിക്കൽ കോളേജിലെ മൊത്തം പാളിച്ചകളുടെ ഒരു ഭാഗം മാത്രമാണ് ഈ രോഗി ലിഫ്റ്റിൽ കുരുങ്ങിയ സംഭവം. സസ്പെൻഷൻ എല്ലാം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ജീവനക്കാർ തിരികെ കയറും. ജീവനക്കാർ കാണിക്കുന്ന കൃത്യവിലോപം പലപ്പോഴും മെഡിക്കൽ കോളേജ് അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് പതിവ്. ചികിത്സയ്ക്ക് എത്തുന്ന രോഗികൾക്ക് തക്കതായ പരിരക്ഷ നൽകുന്നതിൽ ഏറെ പിന്നിലാണ് ഈ സ്ഥാപനം എന്ന് തന്നെ പറയേണ്ടി വരും.